നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. സരയു ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ പ്രേമ രചിച്ച ഒറ്റച്ചരാതിലെ നറുവെളിച്ചം കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വെളിമുക്ക് വൈക്കത്തുപാടം യുഗചേതന ലൈബ്രറി സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് കവി ശ്രീധരൻ പാറക്കോടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ICDS സൂപ്പർവൈസറായ പ്രേമ 6 വർഷം മുന്നെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ഇതിനു മുമ്പും കവിതകളും കഥകളും എഴുതിയിട്ടുള്ള പ്രേമയുടെ ആദ്യ പുസ്തകമാണ് ഒറ്റച്ചരാതിലെ നറുവെളിച്ചം. ചടങ്ങ് കഥാകാരൻ റഷീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. കവികൾ പ്രവാചകരാണെന്നും ഭാവി കാലത്തെ ആകുലതകളും പ്രശ്നങ്ങളും വർത്തമാനകാലത്തിരുന്നു കൊണ്ട് അവതരിപ്പിക്കുവാനുള്ള കഴിവ് കവികൾക്കുണ്ടെന്നും അതാണ് കവികളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നതെന്നും റഷീദ് പരപ്പനങ്ങാടി അഭിപ്രായപ്പെട്ടു. അവരോട് ആ വിധത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് ഖേദം തോന്നുന്നതാണ്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനവും പ്രേമയോട് പറയാറില്ല. കാരണം പ്രേമക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് നമ്മളറിയില്ലല്ലോ, പുറത്തേക്ക് വിടാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത് വളരെ സന്തോഷം. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. കവി എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്. നാളെ നടക്കാൻ പോകുന്ന വസ്തുതകളെ കുറിച്ച് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതാ വരാൻ പോകുന്നു, സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഉറക്ക വിളിച്ചു പറയുന്നവരാണ് കവികൾ. നമ്മളെല്ലാ കവിത എടുത്തു വെക്കാനാണ്. കാട് വെട്ടി തെളിയിച്ച് ഗോപുരങ്ങൾ നിർമ്മിക്കുമ്പോൾ സുഹൃത്തുക്കളെ, പാടം വിണ്ടുകേറിയ ഒരവസ്ഥയിലേക്ക് ഇതാ നിങ്ങൾ എത്താൻ പോകുന്നു എന്ന് പറഞ്ഞ, പാലത്തിന്റെ അടിയിൽ നിന്ന് മണ്ണ് വാരുമ്പോ സുഹൃത്തുക്കളെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ, വെള്ളത്തിന് വേണ്ടി ആയിരിക്കും ഇനിയുള്ള കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ പുച്ഛിച്ചു തള്ളി. വെള്ളത്തിനോ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമല്ലേ വെള്ളം, അതിനെന്ത് പിന്നെ യുദ്ധം ചെയ്യണം? ശുദ്ധവായു പണം കൊടുത്ത് വാങ്ങേണ്ടി വരും. ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. ഇപ്പൊ ഡൽഹിയിലൊക്കെ പൈസ കൊടുത്തിട്ടാണ് ശ്വസിക്കുന്നത്. നല്ല വായു കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് ശ്വസിക്കണം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതാ വരാൻ പോകുന്നു എന്ന് പറയുന്ന ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് കവി എന്ന് പറയുന്നത്. VT അപ്പുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അനിൽ K വള്ളിക്കുന്ന്, സുദീപ് തെക്കേപ്പാട്ട്, P മോഹൻദാസ്, ചന്ദ്രൻ കണ്ണഞ്ചേരി, T ശ്രീധരൻ, E രേഖ, PV അബ്ദുൽ ജലീൽ, രതീഷ് ചേളാരി, N പ്രേമ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.